ഈ ശംഖുപുഷ്പം വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യവും അതിൻ്റെ പൂവ് വളരെ പോഷക സമ്പുഷ്ടവും ഔഷധമൂല്യമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. ഒരു 10 പൂവ് എടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് എടുത്തു കഴിയുമ്പോൾ അതിനെ 1 ഗ്ലാസ് ആക്കണം. നോക്കൂ, നല്ല ശംഖുപുഷ്പം കൊണ്ടുള്ള ചായയാണിത്. ഈ ചായ കുടിച്ചാൽ നമ്മുടെ അതിൻ്റെ പേര് ഡയബറ്റിക്കൊക്കെ ഉള്ളവർക്ക് ഇത് അവരുടെ ശരീരത്തിന് എപ്പോഴും ചൂടായിരിക്കുമല്ലോ, ആ ചൂട് മാറുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു ചായയാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂ കൊണ്ടുള്ള ചായ. ഒഴിച്ചപ്പോൾ പകുതി താഴ്ത്തി, പിന്നെന്താ ചെയ്യുക? അപ്പോൾ ഈ ചായ വളരെ നല്ലതാണ്, വളരെ പോഷകമൂല്യമാണ്. ഇതിന് ഞാനൊരു കുപ്പി ഗ്ലാസ്സിലാക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ. കുപ്പി ഗ്ലാസ് എടുത്തിട്ട് വരട്ടെ. കുപ്പി ഗ്ലാസ്സേ വരൂ, കുപ്പി ഗ്ലാസ്സേ വരൂ. പിണ്ണാക്കേരുവീരേ കടലവിടലേ കപ്പലണ്ടേ മത്യൻ്റുണ്ണാക്കാതെ ചൊറിയും. കണ്ടോ, ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചായ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. കണ്ടോ, ഇത് നല്ല ചായയാണ്. കുടിക്കട്ടെ, ഇത്തിരി നല്ലതാണ് കുടിക്കാൻ കേട്ടോ. വെരി സൂപ്പർ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ കണ്ടോ, ശംഖുപുഷ്പത്തിൻ്റെ ചായയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി കുടിക്കണം. ഈ നമ്മുടെ ഡയബറ്റിക്കൊക്കെ കൊണ്ട് ശരീരത്തിന് എപ്പോഴും ചൂട് അനുഭവപ്പെടുന്നവരില്ലേ, അവർക്കിത് വളരെ ഉത്തമമാണെന്നാണ് ആയുർവേദ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും വാത്സല്യവും നന്ദിയും ഒക്കെ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു സുപ്രഭാതം.